ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും കരുണ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം പിശാച്, അതായത് പരീക്ഷകൻ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും പരീക്ഷിച്ചു. അവസാനം അവൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. വീട് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവനോട് ശാസിച്ചു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവം പരിശുദ്ധനും നീതിമാനും ന്യായാധിപനുമാണ്. അതുകൊണ്ട് പാപിയായ മനുഷ്യൻ്റെ ആരാധനയും ഭക്തിയും സ്തുതിയും ദൈവത്തിന് സ്വീകരിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്. നമ്മുടെ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി അവൻ ക്രൂശിൽ മരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു. അവനിലും അവൻ്റെ പ്രവൃത്തികളിലും വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ പ്രാപിച്ച് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയും. ആ വ്യക്തിയുടെ ആരാധനയും ഭക്തിയും ദൈവം സ്വീകരിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനം നേടി നിങ്ങൾക്കും ദൈവത്തിൻ്റെ യഥാർത്ഥ ആരാധകനാകാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.